ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സാലഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ, അപ്പോൾ ഞാൻ ഈ ഒരു സാലഡ് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് 2 കുക്കുംബറും 3 സവാളയും അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയും 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇതേപോലെ ഞെരടി യോജിപ്പിച്ചിട്ടെടുക്കണം. അപ്പം ഞെരടി യോജിപ്പിക്കുമ്പോഴത്തേക്ക് ഇതിലുള്ള വെള്ളങ്ങളൊക്കെ ഇറങ്ങും. അപ്പോൾ കുക്കുംബറിൻ്റെ വെള്ളവും അതുപോലെ തന്നെ സവാളയുടെ നീരും ഒക്കെ ഇറങ്ങിയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള സാലഡ് നമുക്ക് റെഡിയാക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരമുറി നാരങ്ങ കൂടിയാണ് കേട്ടോ. നാരങ്ങയുടെ നീര് കൂടി ഇതേപോലെ നമുക്കൊന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ടെടുക്കാം. ഇതിലേക്ക് സാധാരണ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഇന്ന് ഞാൻ വിനാഗിരിയല്ല, നാരങ്ങ ചേർത്തിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ചൂട് ചോറിനോടൊപ്പം ബിരിയാണിക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാലഡിൻ്റെ റെസിപ്പിയാണ്.